Hi everyone, I'm Dr. Aishwarya. I'm teaching you the endodontics and conservative dentistry. Today I'm taking the topic basic endodontic instruments. Let's start. Everyone knows what is handpieces and what are the importance of handpieces and what type of handpieces are used. Dental handpieces are essential tools used in various dental procedures enabling precise and efficient treatment. നമുക്ക് ഹാൻഡ് പീസസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 3 തരത്തിലുള്ള ഹാൻഡ് പീസ് ഉണ്ടെന്ന് അറിയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൂന്നിൻ്റെയും ഉപയോഗം 3 തരത്തിലാണ്. ഫസ്റ്റ് വൺ ഈസ് ഹൈ സ്പീഡ് ഹാൻഡ് പീസസ്, സെക്കൻഡ് വൺ ഈസ് ലോ സ്പീഡ് ഹാൻഡ് പീസസ് ആൻഡ് തേർഡ് വൺ ഈസ് സർജിക്കൽ ഹാൻഡ് പീസസ്. ലെറ്റ്സ് ഗോ to high speed handpieces. High-speed handpieces are designed for fast-paced drilling and cutting, primarily used for tooth preparation. High-speed പേര് പറയുന്നത് പോലെ അതിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡ്രില്ല് ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹൈ സ്പീഡ് ഹാൻഡ് പീസസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൂത്ത് പ്രിപ്പറേഷനിൽ ഹൈ സ്പീഡ് ഹാൻഡ് പീസസ് യൂസ് ചെയ്തു വരുന്നു. നെക്സ്റ്റ് ലോ സ്പീഡ് ഹാൻഡ് പീസസ്. ഇതും പേരിൽ തന്നെയുണ്ട് എന്താണ് ലോ സ്പീഡ് ഹാൻഡ് പീസസ് എന്ന് പറഞ്ഞാൽ. ലോ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാൻഡ് പീസിൻ്റെ സ്പീഡ് വളരെ ലോ ആയിരിക്കും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും. ലോ സ്പീഡ് ഹാൻഡ് പീസസ് ഓപ്പറേറ്റ് അറ്റ് സ്ലോവർ സ്പീഡ്സ് ഐഡിയലി ഫോർ പോളിഷിംഗ്, ഫിനിഷിംഗ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിക്വയർ ജെന്റിൽ മാനിപ്പുലേഷൻ. എന്താന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പോളിഷ് ചെയ്യാനും അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാനും, ഒരു വർക്ക് നമ്മളത് ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ജെന്റിലായിട്ടുള്ള റിക്വയർമെൻറ്റ് വേണ്ട സ്ഥാനത്ത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലോ സ്പീഡ് ഹാൻഡ് പീസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹൈ സ്പീഡ് വേണ്ട സ്ഥലത്ത് നമുക്ക് ലോ സ്പീഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് പോളിഷ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും അതേപോലെ വളരെ ജെന്റിലായിട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൽ യൂസ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളതാണ് ലോ സ്പീഡ് ഹാൻഡ് പീസസ്. നെക്സ്റ്റ് വരുന്നതാണ് സർജിക്കൽ ഹാൻഡ് പീസസ്. സർജിക്കൽ ഹാൻഡ് പീസസ് പേരിലുണ്ട് എന്താണെന്നുള്ളത്. നമ്മൾ സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജിക്കൽ ഹാൻഡ് പീസസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഓറൽ സർജറി അങ്ങനെയുള്ള കേസുകളിലാണ് സർജിക്കൽ ഹാൻഡ് പീസ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വിസിബിലിറ്റി പ്രോപ്പറായിട്ട് കിട്ടാനും അതേപോലെ നമ്മുടെ ഹാൻഡ് പീസ് സർജറി ചെയ്യുന്ന സമയത്ത് ഹാൻഡ് പീസ് നമ്മുടെ കൺട്രോളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സർജിക്കൽ ഹാൻഡ് പീസ്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. സർജിക്കൽ ഹാൻഡ് പീസസ് ആർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഓറൽ സർജറി പ്രൊവൈഡിംഗ് precise control and visibility during complex procedures. Next slide is about burrs and types and characteristics of the different types of burrs. നമുക്ക് ബർ എന്താണെന്ന് അറിയാം. അത് 3 തരം ഉണ്ടെന്ന് അറിയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് വൺ റൗണ്ട് ബർ, സെക്കൻഡ് വൺ ടേപ്പേർഡ് ബർ, തേർഡ് വൺ ഫിഷർ ബർ. എന്താണ് റൗണ്ട് ബർ? പേരിൽ തന്നെയുണ്ട്, റൗണ്ടിൽ ഇരിക്കുന്ന ബർസിനെയാണ് നമ്മൾ റൗണ്ട് ബർ എന്ന് പറയുന്നത്. ദേ ആർ versatile and can be used for a variety of tasks including initial cavity preparation, removing decay and shaping tooth structure. നമ്മൾ മെയിനായിട്ട് റൗണ്ട് ബർ എവിടെ യൂസ് ചെയ്യണു എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ഒരു ക്യാവിറ്റി പ്രിപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ റൗണ്ട് ബർ യൂസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡീക്കേ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ റൗണ്ട് ബർ ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു ടൂത്ത് സ്ട്രക്ചർ ഷേപ്പ് ചെയ്യാനും നമ്മൾ റൗണ്ട് ബർ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ടേപ്പേർഡ് ബർ. ടേപ്പേർഡ് ബർ ആർ യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് സ്മൂത്തിങ് ടൂത്ത് സ്ട്രക്ചർ ആസ് വെൽ ആസ് പ്രിപ്പയറിംഗ് access cavities.
ടേപ്പേർഡ് ബർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൂത്ത് സ്ട്രക്ചർ, ഒരു പല്ലിന്റെ സ്ട്രക്ചർ അത് ഷേപ്പ് ചെയ്യാനും ക്യാവിറ്റി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അത് ഷേപ്പ് ചെയ്യാനും അത് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ടേപ്പേർഡ് ബർസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആക്സസ് ക്യാവിറ്റി പ്രിപ്പറേഷനും ടേപ്പേർഡ് ബർ ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ വി ക്യാൻ യൂസ്. Next one is fissure burrs. Fissure burrs have a series of blades that are designed to cut grooves in the tooth structure, making them ideal for preparing access cavities. ഫിഷർ ബർസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള ബ്ലേഡ്സ് ഉണ്ട്. അത് നമുക്ക് ഒരു ടൂത്ത് സ്ട്രക്ചറിൽ ആ വേണ്ട ഗ്രൂവ് ഇടാനായിട്ട് ഈ പലതരത്തിലുള്ള ബ്ലേഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഗ്രൂവ്സ് ഇടാനായിട്ട് സാധിക്കുന്നു. ഇതും ആക്സസ് ക്യാവിറ്റി പ്രിപ്പറേഷൻ്റെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൂളാണ് ഫിഷർ ബർസ് എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്ന ബർസും അതിൽ റൗണ്ട് ബർ ഉണ്ട്, അതേപോലെ ഫിഷർ ബർ ഉണ്ട്, ടേപ്പേർഡ് ബർസ് ഉണ്ട്. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് എൻഡോ ഇസഡ് ബർ. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയൽ ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമുക്ക് ആക്സസ് ഓപ്പണിംഗ് ബർ ആയിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ബറാണ് എൻഡോ ഇസഡ് ബർസ്. വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ടൈപ്പ് ഓഫ് ബർ ഈസ് യൂസ്ഡ് ഫോർ ദ ആക്സസ് ക്യാവിറ്റി പ്രിപ്പറേഷൻ. നമുക്ക് കണ്ണടച്ച് നമുക്ക് പറയാവുന്നതാണ് എൻഡോ ഇസഡ് ബർസ്. അതിൻ്റെ ഒരു നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആക്സസ് ഓപ്പണിംഗ് ബർ എന്നായിരിക്കും. പക്ഷെ അതിന്റെ യഥാർത്ഥ പേര് എന്താന്ന് പറഞ്ഞാൽ എൻഡോ ഇസഡ് ബർസ്, അതർവൈസ് അത് നോൺ ആസ് സേഫ് എൻഡഡ് ഡയമണ്ട് ബർസ്. Several types of burrs will be used to accomplish good access preparation. Fissure burrs are used in the initial stage of access preparation to establish the correct outline form. Round burrs are used to lift the roof of the pulp chamber and eliminate overhanging dentin. Tapered non-ending cutting burr is used to lift lid of pulp chamber and refine cavity. നമ്മളിവിടെ ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് എൻഡോ ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ എൻഡോയിൽ നമ്മൾ ബറിന്റെ യൂസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ആക്സസ് പ്രിപ്പറേഷന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻസ്ട്രുമെന്റിൽ ഒന്നാണ് ബർ. അതും ഒരു ബർ മാത്രം യൂസ് ചെയ്തല്ല നമ്മളൊരു ആക്സസ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ 3 ബറും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് 3 ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ആക്സസ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷർ ബർസ് ആണ്. ഫിഷർ ബർസ് ആണ് ഒരു ആക്സസ് പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ബർ എന്ന് പറയുന്നത് ഫിഷർ ബറാണ്. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ഒരു ക്യാവിറ്റിയിൽ ഔട്ട്ലൈൻ ഫോം കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഫിഷർ ബർസ് ഉപയോഗിച്ചാണ് നമുക്ക് സാധിക്കുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നതാണ് റൗണ്ട് ബർ. റൗണ്ട് ബർ ഫസ്റ്റ് ഇപ്പോൾ ക്യാവിറ്റി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് പൾപ്പ് ചേമ്പറിൽ നിന്ന് പൾപ്പിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് റൗണ്ട് ബർസ്. അതേപോലെ തന്നെ ഈ റൗണ്ട് ബർ കൊണ്ട് നമുക്ക് ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള ഡെന്റിൻ, ആ ഡെന്റിൻ ലെയറും കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ റൗണ്ട് ബർ കൊണ്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ lift the roof of the pulp chamber and eliminate overhanging dentin. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടേപ്പേർഡ് ബർ. ഈ ടേപ്പേർഡ് ബറിൽ ഒരുപാട് ബ്ലേഡ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ഒരു റൂട്ട് കനാൽ ബേസിസിൽ പറയുകയാണെങ്കിൽ ടേപ്പേർഡ് ബറിന്റെ നോൺ എൻഡ് കട്ടിംഗ് ബറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നോൺ എൻഡ് കട്ടിംഗ് ബർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾപ്പ് ചേമ്പറിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ക്യാവിറ്റി റിഫൈൻ ക്ലീൻ ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ടേപ്പേർഡ് നോൺ എൻഡിങ് കട്ടിംഗ് ബർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടേപ്പേർഡ് ബർ എന്ന് ഒരിക്കലും എഴുതരുത്, ടേപ്പേർഡ് നോൺ എൻഡ് കട്ടിംഗ് ബർ, അതാണ് അതിന്റെ യഥാർത്ഥ പേര്. ഈസ് യൂസ് ടു ലിഫ്റ്റ് ലിഡ് ഓഫ് ദ പൾപ്പ് ചേമ്പർ ആൻഡ് റിഫൈൻ ക്യാവിറ്റി. ഇപ്പൊ രണ്ടൊരു ഡൗട്ട് വരും, ലിഫ്റ്റ് ഏത് ബറാണ്? ലിഫ്റ്റ് ലിഡ് ഓഫ് ദ പൾപ്പ് ചേമ്പർ ആൻഡ് ദ ലിഫ്റ്റ് ഓഫ് ദ റൂഫ് ഓഫ് ദ പൾപ്പ് ചേമ്പർ. രണ്ടും തെറ്റിക്കരുത്. റൂഫ് ഓഫ് ദ പൾപ്പ് ചേമ്പർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ബറും
പൾപ്പ് ചേമ്പർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ലിഡ് ഓഫ് ദ പൾപ്പ് ചേമ്പർ or റിഫൈൻ ക്യാവിറ്റി ചെയ്യാൻ വേണ്ടി ടേപ്പേർഡ് നോൺ എൻഡിങ് കട്ടിംഗ് ബർ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്രണ്ട് സർഫസ് മിറർ. ഫ്രണ്ട് സർഫസ് മിററിന്റെ വേറൊരു പേരാണ് നമുക്കറിയാവുന്ന വാട്ട് ഈസ് മൗത്ത് മിറർ എന്നുള്ളത്. ഫ്രണ്ട് സർഫസ് മിറർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ വിസിബിലിറ്റി ഡീപ് വിത്തിൻ ദ പൾപ്പ് ചേമ്പർ. നമുക്ക് മൗത്ത് മിറർ ഇല്ലാണ്ട് നമുക്ക് പൾപ്പ് ചേമ്പർ കൃത്യമായിട്ട് കാണാൻ പറ്റില്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ഫ്രണ്ട് സർഫസ് മിറർ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ഡീപ്പ് ആയിട്ടുള്ള പൾപ്പ് ചേമ്പറിന്റെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, മീൻസ് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സർഫസ് മിറർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് probe or root canal explorer. Probe or root canal explorer is used to probe and detect canal openings within the pulp chamber. നമ്മളിപ്പോൾ പൾപ്പെല്ലാം ഇത് ക്യാവിറ്റി എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നെക്സ്റ്റ് പൾപ്പ് കനാൽസ് ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഇൻസ്ട്രുമെന്റ് ഇട്ട് നോക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ടോ, പൾപ്പ് ചേമ്പറിൽ കനാൽസ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റിൽ ഒന്നാണ് പ്രോബ് അല്ലെങ്കിൽ റൂട്ട് കനാൽ എക്സ്പ്ലോറർ. സൈഡിലത്തെ പിക്കിൽ തന്നെ കണ്ടല്ലോ എന്താണ്, ഡബിൾ സൈഡഡ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. രണ്ട് സൈഡിലും ഇത് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ പിക്കിൽ കാണിച്ചിട്ടുണ്ട് ഒരു പ്രോബ് വെച്ച് എങ്ങനെ വേണം നമുക്ക് കനാൽ ഓപ്പൺ ആയോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട്. നെക്സ്റ്റ് വൺ ഈസ് എൻഡോഡോണ്ടിക് സ്പൂൺ എക്സ്കവേറ്റർ. നെക്സ്റ്റ് വൺ ഈസ് എൻഡോഡോണ്ടിക് സ്പൂൺ എക്സ്കവേറ്റർ. എന്താണ് സ്പൂൺ എക്സ്കവേറ്റർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പലതരത്തിലുള്ള സ്പൂൺ എക്സ്കവേറ്റേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. സ്മോൾ സൈസ് ഉണ്ട്, ലാർജ് സൈസ് ഉണ്ട്, ശരിക്കും ഇത്തിരിയും കൂടെ പ്ലേറ്റ് പോലത്തെ മോഡൽ സ്പൂൺ എക്സ്കവേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള സ്പൂൺ എക്സ്കവേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതാ ചെയ്യണ സമയത്ത് പെർഫറേറ്റ് ആവാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും. ഇപ്പൊ ഓരോ ഇൻസ്ട്രുമെന്റ്സും കനാലിലേക്ക് ഇടുമ്പോഴും പെർഫറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ പെർഫറേഷൻ വരാണ്ട് എങ്ങനെ അത് യൂസ് ചെയ്യണു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം. It is larger than conventional excavator. Its shape allows curettage of the pulp chamber when conventional one will not reach the floor of the chamber and used as surgical aid to excavate periapical lesion. ഇത് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ, രണ്ട് തരത്തിലുള്ള ഒരു എക്സ്കവേറ്റേഴ്സ് ഉണ്ടെന്ന്, സ്പൂൺ എക്സ്കവേറ്റേഴ്സ് രണ്ട് തരത്തിലുണ്ടെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും നമുക്ക്. ഫസ്റ്റ് നമ്മൾ റൂട്ട് കനാൽ ബേസിസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ എൻഡോ എക്സ്കവേറ്റേഴ്സ് എന്ന് പറയും. എൻഡോ എക്സ്കവേറ്റേഴ്സ് മാത്രമാണ് നമ്മൾ റൂട്ട് കനാൽ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കൺവെൻഷണൽ എക്സ്കവേറ്റേഴ്സ് ഇതിനേക്കാളും വലുതായത് കൊണ്ട് തന്നെ നമുക്കത് റൂട്ട് കനാലിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അതിൻ്റെ വലിപ്പം തന്നെ വളരെ വലുതായിരിക്കും. അതുപോലെ അതിൻ്റെ ഷേപ്പ്, നമുക്ക് എൻഡോ എക്സ്കവേറ്ററിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾപ്പ് ചേമ്പറിൽ കറക്റ്റായിട്ട് ക്യൂറേറ്റേജ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഷേപ്പാണ് എൻഡോ എക്സ്കവേറ്ററിൻ്റെത് ഉള്ളത്. അതുമാത്രമല്ല കൺവെൻഷണല് നമുക്ക് ചേമ്പറിന്റെ ഫ്ലോർ വരെ അത് യൂസ് ചെയ്യാൻ എത്തത്തുമില്ല, നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ കൺവെൻഷണൽ ചേമ്പർ മെയിനായിട്ട് യൂസ് ചെയ്യണത് സർജിക്കൽ പർപ്പസസിൽ മാത്രമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിയപ്പിക്കൽ ലീഷൻസ് എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കൺവെൻഷണൽ സ്പൂൺ എക്സ്കവേറ്റർ യൂസ് ചെയ്യുന്നത്. എൻഡോ എക്സ്കവേറ്റർ ഓൺലി യൂസ്ഡ് ഫോർ ദ shape that allows curettage of the pulp chamber. Next,
we go to the main topic, Grossman classification of endodontic instruments. നമ്മുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ ഒരു എന്താ പറയുക മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. എന്തൊക്കെയാണ് നമ്മൾ എൻഡോ ഇൻസ്ട്രുമെന്റ്സ് എന്നതോ അതിനെ 4ആയിട്ട് തരം തിരിച്ചിരിക്കുന്നതെന്നും നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ഗ്രോസ്മാൻ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നതും അതാണ് നമ്മളിവിടെ പറയുന്നത്. ഗ്രോസ്മാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻഡോഡോണിക് ഇൻസ്ട്രുമെന്റ്സ്. ഇതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് എക്സ്പ്ലോറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഈ എക്സ്പ്ലോറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് എൻഡോഡോണിക് എക്സ്പ്ലോറേഴ്സ്, നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട എൻഡോഡോണിക് എക്സ്പ്ലോറേഴ്സ്, അല്ലെങ്കിൽ സ്മൂത്ത് ബ്രോച്ചസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് നമ്മൾ ഇനി വരും ഭാഗത്ത് നമുക്ക് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതൊക്കെയാണ് എക്സ്പ്ലോറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഡീബ്രൈഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഡീബ്രൈഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർബ്ഡ് ബ്രോച്ചസും. ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോന്നും നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡ്സിൽ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പൊ ഇവിടെ പറയുന്നേ ഉള്ളൂ എന്തൊക്കെയാണെന്നുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഇവിടെ ഇപ്പൊ പറയുന്നുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ്സ് നമുക്ക് പുറകെ ഉള്ളതിൽ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു എക്സ്പ്ലോറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ വരുന്നതാണ് എൻഡോഡോണ്ടിക് എക്സ്പ്ലോറേഴ്സ്, നെക്സ്റ്റ് സ്മൂത്ത് ബ്രോച്ചസ്. ഡീബ്രൈഡിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ അകത്ത് വരുന്നതാണ് ബാർബ്ഡ് ബ്രോച്ചസ് എന്ന് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ആൻഡ് ഷേപ്പിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ക്ലീൻ ചെയ്യാനും ഒരു കനാൽ ക്ലീൻ ചെയ്യാനും അത് ഷേപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ പേരാണ് റീമേഴ്സ് ആൻഡ് ഫയൽസ്. ഇത് 3rd കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി 4th കാറ്റഗറിയിൽ വരുന്നതാണ് ഒബ്ചുറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഒബ്ചുറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്പ്രെഡേഴ്സ്, പ്ലക്കേഴ്സ്, ലെൻച്വൽ, സ്പൈറൽസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഒബ്ചുറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. ഇങ്ങനെ 4ആയിട്ടാണ് നമ്മൾ ഗ്രോസ്മാന്റെ എൻഡോഡോണ്ടിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇത് കൂടാണ്ട് വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമ്മുടെ യൂസസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മളിപ്പോ എൻഡോ ഇൻസ്ട്രുമെന്റ്സിന്റെ യൂസസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓപ്പറേറ്റഡ് എൻഡോ ഇൻസ്ട്രുമെന്റ്സ്, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ലോ സ്പീഡ് ഇൻസ്ട്രുമെന്റ്സ്, ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞാൽ എൻജിൻ ഡ്രിവൻ ഇൻസ്ട്രുമെന്റ്സ്, ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് ആൻഡ് സോണിക് ഇൻസ്ട്രുമെന്റ്സ്. അങ്ങനെ 4 ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് 1 വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ബാർബ്ഡ് ബ്രോച്ചസ്, കെ ടൈപ്പ് റീമേഴ്സ് ആൻഡ് ഫയൽസ്, അതുപോലെ ഹെഡ് സ്ട്രോം ഫയൽസ്. ഇതൊക്കെ ഗ്രൂപ്പ് 1 വരുന്നതാണ്. ഗ്രൂപ്പ് 2 വരുന്നത് ഗേറ്റ്സ്, ഗ്ലിഡ് ആൻഡ് ഡ്രിൽസ്, അതേപോലെ പീസോ, റീമേഴ്സ് തുടങ്ങിയ എക്യുപ്മെന്റ്സ് ഒക്കെ. ഇനി ഗ്രൂപ്പ് 3 വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള റോട്ടറി, നിക്കൽ, ടൈറ്റാനിയം എൻഡോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. പിന്നെ ഗ്രൂപ്പ് 4 വരുന്നത് അൾട്രാസോണിക് ആൻഡ് സോണിക് ഇൻസ്ട്രുമെന്റ്സ്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇടാത്തത്. മെയിൻ ആയിട്ടുള്ളതാണ് ഗ്രോസ്മാന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഉള്ളതാണ് ബാർബ്ഡ് ബ്രോച്ചസ്. നമ്മളിപ്പോ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞു, ബാർബ്ഡ് ബ്രോച്ചസ് എന്ന് പറഞ്ഞാൽ യൂസസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഗ്രൂപ്പ് 1 എന്നുള്ള ഭാഗത്താണ് വരുന്നത്. ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എൻഡോ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ലിസ്റ്റിലാണ് ബാർബ്ഡ് ബ്രോച്ചസ് ഒക്കെ വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ഇൻടാക്ട് പൾപ്പ്. Barbs on the broach snag the pulp to facilitate removal. Retrieve a paper point or cotton pellet trapped in the canal. Loosens debris in necrotic canal. ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് ആണ് എന്താണെന്നുള്ള ബാർബ്ഡ് ബ്രോച്ചസിന്റെ പിക്ചർ. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാർബ്ഡ് ബ്രോച്ചസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇത് ഇത്തിരിയും കൂടെ വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് പിക്ക്. അതിൻ്റെ അകത്തുള്ള ആ ഓരോന്നും ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്.
ഇത് ഇപ്പോൾ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു രീതിയിലുള്ള പേപ്പർ പോയിന്റോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പെല്ലറ്റോ നമ്മുടെ ഇപ്പൊ കനാലിലേക്ക് ട്രാപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാർബിഡ് ബ്രോച്ചസ് വെച്ച് നമുക്കത് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഏതെങ്കിലും ഒരു നെക്രോട്ടിക് കനാൽ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഡെബ്രീസ് ലൂസിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരേ സമയം തന്നെ നമുക്കതിനെ ലൂസൺ ചെയ്യിപ്പിക്കാനും അതേപോലെ അത് നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് ബാർബിഡ് ബ്രോച്ചസ്. ഇത് ഹാൻഡ് ഓപ്പറേറ്റഡ് എൻഡോ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബാർബിഡ് ബ്രോച്ചസ്. അതല്ലെങ്കിൽ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസ്മാന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡീബ്രൈഡിംഗ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡീബ്രൈഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. The braided brooch comes in different sizes and the selection of suitable size is very important. It should fit loosely inside the canal when braided brooch size is larger than the canal size. The hooks of brooch engage in the dentinal wall of the canal and stick their jammed brooch, and withdrawing it becomes difficult and might fracture inside the canal. If the dent is faced by jammed brooch, the brooch should be removed vertically without twisting. The braided brooch must only be used in the straight part of the canal, and insertion of the brooch not exceed 2/3 of the canal length of the ideal way to use it. നമ്മളിപ്പോ നേരത്തെ എന്താണ് ബ്രെയ്ഡഡ് ബ്രോച്ച് എന്നും അത് ഏത് കാറ്റഗറിയിൽ വരുന്നതെന്നും അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണമെന്നും മനസ്സിലാക്കി. ഇവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ബ്രെയ്ഡഡ് ബ്രോച്ച് എന്ന് പറയുന്നത് ബ്രെയ്ഡഡ് ബ്രോച്ച് പല സൈസിൽ അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. ഇത് നമ്മൾ എങ്ങനെ നമുക്ക് വേണ്ട സൈസ് നോക്കി എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ എല്ലാ സൈസിലുള്ളതും നമുക്ക് എല്ലാവരുടെയും കനാലിലേക്ക് ഇടാൻ പറ്റുമെന്ന് വരത്തില്ല. ഓരോ കനാലും ഓരോ സൈസിലുള്ളതാണ്. സോ എല്ലാ ഉള്ളതും നമുക്ക് ഇടാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ആ കനാലിന്റെ സൈസ് എന്താണെന്നുള്ളതും. ഇപ്പൊ ആ ഒരു കനാലിന് നമ്മൾ ബ്രോച്ച് ഇടുവാണ്. ഈ ബ്രോച്ച് ഇടുമ്പോഴത്തേക്ക് അതിന്റെ സൈസ് വലുതാണെങ്കിൽ അവിടെ ജാമായി പോവുകയും അത് കനാലിന്റെ ഡെന്റിനൽ വാളുമായിട്ട് അത് എൻഗേജ് ആയിട്ട് ജാമായി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോച്ച് കനാൽ സൈസിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കണം ഇടേണ്ടത്. ഒരിക്കലും കനാൽ സൈസിനേക്കാളും വലിയ സൈസ് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് ജാം ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ജാം ആയി പോവുകയാണെങ്കിൽ അതവിടെ ടൈറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തുമില്ല. അതേപോലെ തന്നെ അവിടെ കനാലിന്റെ അകത്ത് ഈ ഇൻസ്ട്രുമെന്റ് ഫ്രാക്ചർ ആകാനും ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ ജാം ആയി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ ഇൻസ്ട്രുമെന്റ് പുറത്തേക്ക് എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ട് മാത്രമേ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ട്വിസ്റ്റും ചെയ്യരുത്. പ്രോപ്പറായിട്ട് വെർട്ടിക്കലായിട്ട് വളരെ സാവകാശം മാത്രമേ നമുക്കത് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കനാൽ സൈസിനേക്കാളും വളരെ ചെറിയ സൈസിലുള്ളത് നമ്മൾ ബ്രോച്ചസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കനാലിലോട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ അത് ഇറക്കി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും അത് വളയ്ക്കാനോ ഒന്നും പാടില്ല. അത് മാത്രമല്ല ഒരു കനാലിലേക്ക് 2/3 മേലെ അത് പോകാനും പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ബ്രോച്ച് അതിന്റെ സൈസ് സെലക്ട് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പിന്നെ രണ്ടാമത് അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അത് ഏത് വരെ പോകാവുള്ളൂ എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതനുസരിച്ച് നമ്മൾ പോകാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഈസ് ISO സ്റ്റാൻഡേർഡൈസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഫയൽസിനും ഓരോ രീതിയിലുള്ള കളർ കോഡ്സ് ഉണ്ടെന്നും അതേപോലെ അതിൻ്റെ പലതരത്തിലുള്ള സൈസസും അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് അറിയാം.
0.06 തുടങ്ങിയ സൈസ് തൊട്ട് 140 സൈസ് വരെ നമുക്ക് ഫയൽസ് അവൈലബിൾ ആണ് എല്ലാവർക്കും അറിയാം. സ്റ്റാർട്ട് ചെയ്യണത് തന്നെ പിങ്ക്, അതേപോലെ ഗ്രേ, പർപ്പിൾ, നെക്സ്റ്റ് വൈറ്റ്, യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റേഷൻസ് വൈറ്റ്, യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. അതെങ്ങനെ ഓരോ സൈസിനനുസരിച്ചും അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കുന്നു. കളർ മാത്രമല്ല ഇതിൻ്റെ വലുപ്പത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ ഈ ഫയൽസ് നമുക്ക് 16 mm മുതൽ 21 mm വരെയുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ചില സമയത്ത് 25 mm വരെയുള്ളതും നമുക്ക് അവൈലബിൾ ആയി വരുന്നുണ്ട്. കാര്യം ചില കെനൈൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് ഒക്കെ വലുതാകുമ്പോഴത്തേക്കും നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 25 mm ഒക്കെ ഫയൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ എപ്പോഴും സൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 15 mm സൈസ് ഉണ്ടാവും. നെക്സ്റ്റ് ഉള്ളത് 45-ലായിരിക്കും. നെക്സ്റ്റ് 90 ആയിരിക്കും. ഇപ്പോൾ യെല്ലോ സൈസ് ഒക്കെ ആണെങ്കിൽ, യെല്ലോ കളർ കോഡിൻ്റെ ഫയൽസ് ഒക്കെ ആണെങ്കിൽ അത് 20 സൈസിൽ അവൈലബിൾ ആണ്. അതേപോലെ 50 സൈസിൽ അവൈലബിൾ ആണ്. പിന്നെ 100 സൈസിലും അവൈലബിൾ ആണ്. റെഡ് സൈസ് നോക്കുവാണെങ്കിൽ, റെഡ് കളറിലുള്ള ഫയൽസ് നോക്കുവാണെങ്കിൽ അത് 25 സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് 55-ലുണ്ട്. പിന്നെ 110-ലുണ്ട്. പിന്നെ ബ്ലൂ കളർഡ് ഫയൽസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 30 സൈസിലാണ്. നെക്സ്റ്റ് 60 സൈസ്, നെക്സ്റ്റ് 120 സൈസ്. പിന്നെ ഗ്രീൻ കളർ ഫയൽസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 35 സൈസിൽ, നെക്സ്റ്റ് 70 സൈസ്, നെക്സ്റ്റ് 130 സൈസ്. ലാസ്റ്റ് ആണ് ബ്ലാക്ക് കളർ. അത് സ്റ്റാർട്ട് ചെയ്യണത് 40 സൈസ്, 80 സൈസ് ആൻഡ് 140. 6-ൽ തൊട്ട് 140 വരെയാണ് ഇതിൻ്റെ സൈസിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ISO സ്റ്റാൻഡേർഡൈസേഷനിലെ ഇതിൽ കളർ കോഡിംഗ് ബേസിസിൽ ചെയ്തിരിക്കുന്നത്. ഫയൽസിനെ ISO സ്റ്റാൻഡേർഡൈസേഷനിൽ ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. Before a standardized configuration was adopted, endodontic instrument varied greatly from one manufacturer to another. The configuration adopted is that set by the International Organization for Standardization. All ISO hand instruments, along with paper points, silver points, and standardized gutta-percha points, conform to this system. ISO standardized files have a cutting length of 16 mm, have a specified diameter at the tip, and increase in diameter by 0.02 mm for each millimeter along the file, so that at the end of the cutting part, the diameter is 0.32 mm greater than that at the D1. D1 means the 0.02 mm-നേക്കാളും വലുതായിരിക്കും D2-ലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതൊരു ഫയലിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ടിപ്പിൻ്റെ ഡയമീറ്റർ ടിപ്പിൽ 0.02 mm ആണെങ്കിൽ അത് പുറകോട്ട് വരും തോറും 0.32 mm ആയിട്ട് കൂടി വരുന്നു. അതാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രകാരം ഒരു ഫയൽ എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. പിന്നെ ISOയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമല്ലോ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എൻഡോഡോണ്ടിക് ഇൻസ്ട്രുമെന്റ്സ് എപ്പോഴും ISO അംഗീകാരമുള്ള ഇതുള്ള യൂസ് ചെയ്യാനായിട്ടേ പാടുള്ളൂ. ഇപ്പം നമ്മുടെ പേപ്പർ പോയിന്റ്സ് ആവട്ടെ, സിൽവർ പോയിന്റ്സ് ആവട്ടെ, കട്ടാപ്പച്ച പോയിന്റ്സ് ആവട്ടെ, എല്ലാം ISO നിയമപ്രകാരമുള്ള ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. This is called an 0.02 taper.
ഇപ്പൊ നമ്മൾ ഈ ഡിഫറൻസിയേഷൻ പറഞ്ഞില്ലേ, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടേപ്പർ എന്നുള്ളത്. ഇതിന്റെ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 0.02 ടേപ്പർ എന്നുള്ളതാണ്. ഫയൽസ് may vary in length and any extra length is provided by a blank portion. The normal size of the instrument is based on the diameter of its tip, expressed in hundreds of a millimeter. Thus, an ISO size 50 file will have a tip diameter of 0.50 mm. ഇത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനിൽ പറയുന്നതാണ്. ISO അംഗീകാരത്തിൽ എങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ടിപ്പിന്റെ ഡയമീറ്റർ എങ്ങനെ പറയുന്നു, അതേപോലെ തന്നെ 50 ഫയൽ, ഒരു 50 സൈസിലെ ഫയൽ എടുക്കുകയാണ്, അതിന്റെ ടിപ്പിലെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.50 mm ആയിരിക്കും. അതിപ്പോ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡയമീറ്ററും വേരി ആയിരിക്കും. ഇപ്പോ 6 സൈസിന്റെ ഫയലിന്റെ ഡയമീറ്റർ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 0.06 ആയിരിക്കാം. അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ ഒരു 50 സൈസ് ഫയൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമീറ്റർ സൈസ് എന്ന് പറയുമ്പോൾ 0.50 mm ആയിരിക്കും. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ സ്ലൈഡിൽ ഒന്നും കൂടെ പറയുന്നത്. ISO സ്റ്റാൻഡേർഡൈസിന്റെ അടിസ്ഥാനത്തിൽ കളർ കോഡും അതിന്റെ സൈസുമാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ ഫ്രം വൺ ഇൻസ്റ്റന്റ് ടു ദ നെക്സ്റ്റ് ഈസ് 0.05 mm. ഒരെണ്ണത്തിൽ നിന്ന് അടുത്തയിലേക്ക് പോകുമ്പോൾ 0.05 mm ആയിട്ടാണ് അതിന്റെ ഡയമീറ്റർ കൂടി വരുന്നത്. ഇൻ ഇൻസ്റ്റന്റ് ഫ്രം സൈസ് 10 to 60 ആൻഡ് 0.1 mm in instant frame size 60 to 140. 10 to 60 വരെ 0.05 mm ആയിട്ടാണ് കൂടുന്നതെങ്കിൽ 60 to 140 വരെ ഉള്ളത് 0.1 mm ആയിട്ടാണ് സൈസ് കൂടി വരുന്നത് എന്നാണ് നമുക്ക് ISO അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളേഴ്സ് പിങ്ക് തൊട്ട് ബ്ലാക്ക് വരെ ഉണ്ട്. അതിനുശേഷം വൈറ്റ് തൊട്ട് ബ്ലാക്ക് വരെയാണ് നമുക്ക് ഇതിനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. 40ക്ക് ശേഷം പിന്നെ റിപ്പീറ്റേഷൻ വരുന്നത് വൈറ്റ് മുതൽ ബ്ലാക്ക് ആയിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. വൈറ്റ് കഴിഞ്ഞ് യെല്ലോ കഴിഞ്ഞ് റെഡ് കഴിഞ്ഞ് ബ്ലൂ കഴിഞ്ഞ് ഗ്രീൻ കഴിഞ്ഞ് ബ്ലാക്ക്. ആ ഓർഡറിലായിരിക്കും എപ്പോഴും നമ്മൾ റിപ്പീറ്റേഷൻസ് വരുന്നത്. വീണ്ടും ബ്ലാക്ക് കഴിഞ്ഞ വൈറ്റ്, പിന്നെ യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്. നെക്സ്റ്റ് വരുന്നതാണ് റീമർ. കെ റീമേഴ്സ് എന്ന് പറയുന്നത്. ഇതും ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് എൻഡോ ഇൻസ്ട്രുമെന്റിൽ വരുന്നത് ഒന്നാണ് ഈ കെ റീമേഴ്സ്. കെ റീമർ ഇൻസ്ട്രുമെന്റ്സ് can be manufactured by twisting a square or triangular blank by machine. Reamer used in shaping the canal. Action is clockwise, quarter, turn, twist. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ കനാല് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീമേഴ്സ് യൂസ് ചെയ്യണത്. ഇത് ക്വാർട്ടർ ക്ലോക്ക് വൈസ് എന്നുള്ള ഒരു രീതിയിലാണ് ഇത് തിരിച്ച് ഇതിന്റെ ആക്ഷൻ നടക്കുന്നത്. ഇത് ഹാൻഡ് ഓപ്പറേറ്റഡ് എൻഡോ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ റീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു കട്ട് ആൻഡ് എൻലാർജ് കനാൽസ് വിത്ത് റൊട്ടേഷണൽ മോഷൻസ്. കെ റീമേഴ്സ് ഹാവ് എ റേക്ക് ആംഗിൾ which makes them most efficient in rotary motion. Hence, reaming is preferred. ഇത് മെയിനായിട്ട് കട്ട് ചെയ്യാനും അതിന്റെ ഷേപ്പ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് മോഷന് വേറൊരു ഇത് പറയുവാണെങ്കിൽ ഇത് റൊട്ടേഷണൽ മോഷനിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു റേക്ക് ആംഗിൾ ഉണ്ട്. അത് റോട്ടറി മോഷനിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്, ഈ റേക്ക് ആംഗിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റോട്ടറി മോഷനിൽ വളരെ എഫക്റ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 1904 കെർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ റീമേഴ്സും അതേപോലെ തന്നെ വരുന്ന ഒരു സാധനമാണ് കെ സ്റ്റൈലിലെ ഫയൽസും ഒക്കെ 1904 കെർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്ത് പുറത്തു കൊണ്ടുവന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് കെ ഫയൽ. കെ ഫയൽ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി മാനുഫാക്ചർഡ് ബൈ twisting a square or triangular blank by machine. The blank is twisted into a tighter series of spiral than reamer.
ഓൾസോ കെ ഫയൽ ആർ മോർ ഫ്ലെക്സിബിൾ ദാൻ റീമർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റീമറിനേക്കാളും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും കെ ഫയൽസ്. കാര്യം ഇത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആയിരിക്കില്ല, മറ്റേതിൻ്റെ അത്രയും ടൈറ്റ് ആയിരിക്കില്ല, കുറച്ചും കൂടെ ലൂസൺ ആയിട്ടുള്ളതായിരിക്കും. സോ ഫയൽസ് ആയിരിക്കും റീമേഴ്സിനെ കാട്ടിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇത്രയും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആർ that enlarge canals with reciprocal insertion and withdrawal motions. K-files blade angle makes them best suited for cutting dentine in the filing motion. ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട്, മറ്റേ റീമേഴ്സിനെക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അത് സ്യൂട്ടായിട്ട് ഷേപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. So compared to reamer, K-file is the best equipment. And it is more flexible. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്കാണ് കെ ഫയലിൻ്റെത്. ഇതൊരു ക്രോസ് സെക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നെങ്കിൽ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. ആ രീതിയിലാണ് കെ ഫയൽ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഫയൽ ഈസ് K-flex files. K-flex files എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are produced from a blank that is rhomboid in cross section. This forms both cutting and non-cutting edges. The files are more flexible than an equivalent size K file. Its action is clockwise half turn twist. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു റീമറിനേക്കാളും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് കെ ഫയൽസ് ആണ്. ഈ കെ ഫയൽസിനേക്കാളും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫയൽസ് ആണ് കെ ഫ്ലെക്സ് ഫയൽസ്. ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കെ ഫയൽസിനേക്കാളും നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതിന്റെ ആക്ഷനും ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. ഇതിപ്പോൾ ക്രോസ് സെക്ഷൻ ചെയ്യുവാണെങ്കിൽ ഇത് റോംബോയിഡ് ആയിട്ടായിരിക്കും, റോംബോയിഡ് ഷേപ്പിലായിരിക്കും നമുക്ക് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ ഈ ഫയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കട്ടിംഗ് എഡ്ജസും ഉണ്ട്, നോൺ കട്ടിംഗ് എഡ്ജസും ഉണ്ട്. ഇത് രണ്ടും അടങ്ങിയതാണ് കെ ഫ്ലെക്സ് ഫയൽസ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ഫ്ലെക്സിബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് 3 സൈസിലാണ് ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ഒന്ന് 15 സൈസ്, ഒന്ന് 20 സൈസ്, ഒന്ന് 25 സൈസ്. അങ്ങനെ 3 സൈസിലാണ് ഇത് കാണപ്പെടുന്നത്. സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്കാണ് കെ ഫ്ലെക്സ് ഫയൽസിൻ്റെത്. അതേപോലെ തന്നെ ഒരു പാക്കേജിൽ 6 എണ്ണം കാണപ്പെടും. ഇതിന്റെ ടേപ്പർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിഗ്രി ആയിരിക്കും. ഇത് 21 mm മുതൽ 25 mm വരെ ഈ ഫയൽസ് കാണപ്പെടാറുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ്. ഇതിന്റെ ആക്ഷനും ക്ലോക്ക് വൈസ് ഹാഫ് ടേൺ ട്വിസ്റ്റ് ആണ് ഇതിൽ. നേരത്തെ ക്വാർട്ടർ ടേൺ ട്വിസ്റ്റ് ആണെങ്കിൽ ഇതിൽ ഹാഫ് ടേൺ ട്വിസ്റ്റ് ആണ് ഇതിൽ വരുന്നത്, കെ ഫ്ലെക്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലെക്സോ ഫയൽസ്. ഫ്ലെക്സോ ഫയൽസ് ഹാവ് എ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ and are manufactured from flexible stainless steel. Flexo files are more efficient at cutting and removing dentin than an equivalent K file because the blade has a sharper angle and there is more room for debris. The tip of the file is non-cutting. This is an advantage when preparing curved canals as the file is guided along the canal curvature, avoiding excessive cutting into the outer curve of the root canal or transportation. Its action is clockwise half turn twist. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്കാണ് ഫ്ലെക്സോ ഫയലിൻ്റെത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ചെയ്യുവാണെങ്കിൽ ഒരു ട്രയാങ്കുലർ ആയിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ഇത് പറയുന്നത് കെ ഫയലിനേക്കാളും കട്ട് ചെയ്യാനായിട്ടും അതേപോലെ ഡെന്റിനെ റിമൂവ് ചെയ്യാനായിട്ടും മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്ലെക്സോ ഫയൽ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ബ്ലേഡ് വളരെ ഷാർപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെബ്രീസ് ഒക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ടിപ്പില് ആണ് നോൺ കട്ടിംഗ് ആയിട്ടുള്ളത്.
നോൺ കട്ടിംഗ് ആണ്. ഇതിന്റെ ടിപ്പ് എന്ന് പറയുന്ന ഏരിയ നോൺ കട്ടിംഗ് ഏരിയാസ് ആണ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള കനാൽസിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫ്ലെക്സോ ഫയൽ കൊണ്ട് സാധിക്കുന്നതാണ്. കാര്യം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേർവ്ഡ് കനാൽസിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കർവേച്ചറിനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ ഒരുപാട് കട്ട് ചെയ്യപ്പെടത്തുമില്ല. നമുക്ക് എക്സസീവ് ആയിട്ടുള്ള കട്ടിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർവിന്റെ ഔട്ടർ ഏരിയയിൽ എക്സസീവ് കട്ടിങ് ഒരുപാട് ഉണ്ടാകുന്നുമില്ല. അതേപോലെ തന്നെ റൂട്ട് കനാലിനായിട്ടുള്ള ഏറ്റവും ഇത്തിരി കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫയലാണ് ഫ്ലെക്സോ ഫയൽ. ഇതിന്റെ ആക്ഷനും നടക്കുന്നത് ക്ലോക്ക് വൈസ് ഹാഫ് ടേൺ ട്വിസ്റ്റ് ആണ് ഇതിൻ്റെത്. ഓരോന്നിന്റെ ആക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഹാഫ് ടേൺ ട്വിസ്റ്റ് ആണ് ഇതിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹെഡ്സ്ട്രോങ് ഫയൽ. ഹെഡ്സ്ട്രോങ് ഫയൽസും ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് എൻഡോ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹെഡ്സ്ട്രോങ് ഫയൽ. സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്കാണ് ഹെഡ്സ്ട്രോങ് ഫയൽസിൻ്റെത്. ഇത് ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടേപ്പേർഡ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇൻ ക്രോസ് സെക്ഷൻ ദേ ഹാവ് ദ അപ്പിയറൻസ് ഓഫ് എ സീരീസ് ഓഫ് ഇന്റർസെക്റ്റിംഗ് കോണ്. നമ്മുടെ ഓരോ കോണ് ഒന്നിനു മേലെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് ഇതിൻ്റെത്. Headstrong files are highly efficient at removing dentine on the outstroke when used in a filing motion, but have poor fracture resistance in rotation. Its action is withdrawal stroke. ഇതിന്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ സ്ട്രോക്ക് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെന്റിനെ പുറത്തോട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫ്രാക്ചർ അധികം ഉണ്ടാവത്തില്ല. പക്ഷെ ഇത് ട്വിസ്റ്റ് ചെയ്യണ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചെറിയ രീതിയിൽ ഫ്രാക്ചർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം യൂസ് ചെയ്തില്ലെങ്കിൽ പല്ലിന്റെ സ്ട്രക്ചറിന് ചെറിയ രീതിയിൽ ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നതാണ് മെയിൻ ആയിട്ടുള്ള റോട്ടറി ഇൻസ്ട്രുമെന്റ്സിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫയൽ എന്ന് പറയുന്നത് NITI എന്ന് പറഞ്ഞാൽ നിക്കൽ ടൈറ്റാനിയം റോട്ടറി ഇൻസ്ട്രുമെന്റ്സ്. These files are used to flare the coronal aspect of the root canal. Although they are manufactured from nickel titanium, the files are relatively inflexible. As the cross-sectional diameter is larger than that of a standard file, the use of these instruments is therefore best restricted to the relatively straight parts of the root canal to avoid strip perforation. It is recommended that they are used in a handpiece driven by an electric motor at 150 to 300 RPM. നമ്മൾ മെയിൻ ആയിട്ട് എൻഡോമോട്ടർ വഴി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് നിക്കൽ ടൈറ്റാനിയം റോട്ടറി ഇൻസ്ട്രുമെന്റിൽ വരുന്ന ഒന്നാണ് നിക്കൽ ടൈറ്റാനിയം ഫയൽസ്. ഇത് നമ്മൾ എൻഡോമോട്ടറിൽ 150 to 300 RPM അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് പെർഫറേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരുപാട് സാധിക്കുന്നു. റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കനാൽ ക്ലീൻ ചെയ്യുമ്പോൾ പെർഫറേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നിക്കൽ ടൈറ്റാനിയം ഫയൽസ് കൊണ്ട് സാധിക്കാറുണ്ട്. പിന്നെ ഇത് മറ്റുള്ള ഫയലിനെ അപേക്ഷിച്ച് ഇത് ഇൻഫ്ലെക്സിബിൾ ആണ്. അത്രയും ഫ്ലെക്സിബിൾ അല്ല. ഇപ്പൊ കെ ഫയൽസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് അത്രയും ഫ്ലെക്സിബിൾ അല്ല. പിന്നെ ഒരു വ്യത്യാസം, മറ്റേത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ മറ്റേതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽസിലാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ നിക്കൽ ടൈറ്റാനിയം വെച്ചാണ് നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള രണ്ടിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. അതുപോലെ തന്നെ നിക്കൽ ടൈറ്റാനിയത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന് ഷേപ്പ് മെമ്മറി, പിന്നെ സൂപ്പർ ഇലാസ്റ്റിസിറ്റി, പിന്നെ ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പിന്നെ കൊറോഷൻ റെസിസ്റ്റൻസ്, പിന്നെ സ്റ്റീലിനെ അപേക്ഷിച്ച് ഇത്തിരിയും കൂടെ സോഫ്റ്റർ ആയിരിക്കും.
പിന്നെ ഗുഡ് റെസിലൻസി, പിന്നെ ബയോ കമ്പാറ്റബിലിറ്റി. പിന്നെ ഏതൊരു ഇൻസ്ട്രുമെന്റ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജും കാണുമല്ലോ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പുവർ കട്ടിംഗ് എഫിഷ്യൻസി, നിക്കൽ ടൈറ്റാനിയം ഫൈൽസ് ഡു നോട്ട് ഷോ സൈൻസ് ഓഫ് ഫെറ്റിക് ബിഫോർ ദേ ഫ്രാക്ചർ, പുവർ റെസിസ്റ്റൻസ് ടു ഫ്രാക്ചർ ആസ് കമ്പയർഡ് ടു സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് ഗേറ്റ് ഗ്ലിഡൻ ഡ്രിൽസ് എന്ന് പറയും. ഈ ഗേറ്റ് ഗ്ലിഡൻ ഡ്രിൽസ് അതേപോലെ പീസോ റീമേഴ്സ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്നത് ലോ സ്പീഡ് ഇൻസ്ട്രുമെന്റ്സ് വിത്ത് ലേച്ച് ടൈപ്പ് അറ്റാച്ച്മെന്റ്സിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ഗേറ്റ് ഗ്ലിഡൻസ് ഡ്രിൽസും അതേപോലെ പീസോ റീമേഴ്സ് എന്നൊക്കെ പറയുന്ന ഓരോന്നും. Gate Glidden drills are small flame-shaped cutting instruments used in the conventional handpiece. Different sizes coded by rings or colored bands on shank are slightly flexible and will follow the canal shape but can perforate the canal ഇഫ് യൂസ്ഡ് ടു ഡീപ്ലി. ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ പെർഫറേഷൻ നടക്കാനുള്ള ചാൻസ് ഈ ഇൻസ്ട്രുമെന്റ് മൂലം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതും പല സൈസിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിന്റെ എൻഡിലായിട്ട് ഓരോ കളർ കോഡ്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇതിന്റെ സൈസ് കണ്ടെത്തി ഏത് സൈസ് വേണോ യൂസ് ചെയ്യാമെന്നുള്ള അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സ്മോൾ ഫ്ലെയിം ഷേപ്പിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉള്ളിലേക്ക് പോകും തോറും വളരെ ഡീപ്പായിട്ട് പോകും തോറും പെർഫറേറ്റ് ആകാനുള്ള ചാൻസ്, ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ പെർഫറേറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഈ ഗേറ്റ്സ് ഗ്ലിഡൻ ഡ്രിൽസിന്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയറിംഗ് ദ കൊറോണൽ 2/3 ഓഫ് മോളാർ കനാൽസ്. ഇറ്റ്സ് റിമൂവിംഗ് ഗട്ടാപ്പച്ച ഫ്രം ദ കനാൽ ഡ്യൂറിംഗ് പോസ്റ്റ് സ്പേസ് പ്രിപ്പറേഷൻ ഓർ ഡ്യൂറിംഗ് റീട്രീറ്റ്മെന്റ്. Widen the canal when an instrument has fractured within it. മെയിൻ ആയിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, കൊറോണൽ 2/3 മോളാറിന്റെ കനാൽസ് റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് കൊറോണൽ 2/3 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗട്ടാപ്പച്ച കനാലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റേ സ്പേസ് പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ റീട്രീറ്റ്മെന്റ് വീണ്ടും റീ ആർ സി ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ്. ദെൻ ഇത് കനാലിന്റെ വിഡ്ത്ത് കൂട്ടാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രാക്ചേർഡ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ഫ്രാക്ചർ ആയിട്ടുണ്ട്, ഉള്ളിൽ എന്തെങ്കിലും ഫയൽ ഫ്രാക്ചർ ആയിട്ടുണ്ട്, ആ സമയത്ത് ഇൻസ്ട്രുമെന്റിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് ഗ്ലിഡൻ ഡ്രിൽസ് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ് ഈസ് പീസോ റീമേഴ്സ്. പീസോ റീമേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ സ്പീഡ് ഇൻസ്ട്രുമെന്റ്സ് വിത്ത് ലേച്ച് ടൈപ്പ് അറ്റാച്ച്മെന്റ്സ് ഉള്ള files ആണ് piezo reamers. They are small flame shaped cutting instrument used in the conventional handpiece. Different sizes coded by rings or colored bands on shank. Piezo reamers are not flexible or adaptable. If not used with care, can perforate the canal. Its functions are removing gatapacha from the canal during post space preparation or during ട്രീറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻസ് സെയിം ആണ്. ഒന്ന്, ജി പി പോയിന്റ്സ് റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ റീ ആർ സി ടി ചെയ്യാനുള്ള സമയത്ത് യൂസ് ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പൊ പോസ്റ്റ് ഇടാനായിട്ട് സ്പേസ് വേണമെങ്കിൽ ആ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് പീസോ റീമേഴ്സ്. ഇതിന് ഓരോ സൈസ് അനുസരിച്ച് ഓരോ കളർ കോഡഡ് ഉണ്ട്. ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെയിം ഷേപ്ഡിലാണ്. ഇതിന്റെ കട്ടിംഗ് ഏരിയ ഒരു ഫ്ലെയിം ഷേപ്ഡിലാണ് ഇത്
മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കൺവെൻഷണൽ ഹാൻഡ് പീസിലും അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പീസോ റീമേഴ്സ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സിബിൾ അല്ല, അതേപോലെ അഡാപ്റ്റബിളും അല്ല, പിന്നെ പെർഫറേറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് പെർഫറേറ്റ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് പെർഫറേറ്റ് ആവും. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പോസിബിൾ ഇറിഗേറ്റിംഗ് സിറിഞ്ച് ആൻഡ് നീഡിൽ. പേരിൽ തന്നെ നമുക്ക് മനസ്സിലായി കാണും, ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സലൈൻ ഇറിഗേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സിറിഞ്ച്, ഡിസ്പോസിബിൾ സിറിഞ്ച് യൂസ് ചെയ്യണത്. യൂസ്ഡ് വിത്ത് ആൻ ഇറിഗന്റ് ടു ക്ലീൻ ആൻഡ് disinfect the canal during endo treatment. A blunt needle with slight exciting delivery will reduce the risk of the needle binding within the canal. Instruments for root canal preparation. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചല്ല നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്, ലൈറ്റ് ആയിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സലൈനോ അല്ലെങ്കിൽ ഹൈപ്പോയൊക്കെ നമ്മൾ ഇറിഗൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് എൻഡോ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഡിസ്പോസിബിൾ ഇറിഗേറ്റിംഗ് സിറിഞ്ച്. നെക്സ്റ്റ് വൺ, അബ്സോർബന്റ് പേപ്പർ പോയിന്റ്സ്. Absorbent paper points are used to absorb any moisture in the canal, that is blood, pus and saliva, to carry medicaments into the canal. അബ്സോർബന്റ് പേപ്പർ പോയിന്റ്സും പല സൈസിൽ പല കളർ കോഡ്സിൽ അവൈലബിൾ ആണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണ എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കനാലിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലഡോ അല്ലെങ്കിൽ പസ്സോ അല്ലെങ്കിൽ സലൈവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ഒരു മോയ്സ്ചറൈസർ പോലെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അബ്സോർബ് പേപ്പർ പോയിന്റ്സ് വെച്ച് അത് ഈ പറഞ്ഞതെല്ലാം അബ്സോർബ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സാധനമാണ് അബ്സോർബന്റ് പേപ്പർ പോയിന്റ്സ്. ഇത് ശരിക്കും നേരത്തെ ഫയൽസിൻ്റെ ഇതുപോലെ തന്നെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ. വൈറ്റ്, യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, അങ്ങനെ പല കളറിലും. അതേപോലെ തന്നെ ഇതിൽ ഓരോ മാർക്കിങ്സും കൊടുത്തിട്ടുണ്ട്. സൈഡിലെ പിക്കിൽ വ്യക്തമായിട്ട് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 16 mm തൊട്ട് 24 mm വരെ മാർക്കിങ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഫയല് മാസ്റ്റർ കോൺ സൈസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തോരം വേണം എന്നൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റൂട്ടിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടെന്നെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് ആ കനാലിൽ ഇടുവാണെങ്കിൽ നമുക്ക് ഇതുവഴി എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡോ പസ്സോ സലൈവയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പേപ്പർ പോയിന്റ്സ് വെച്ച് അത് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ദ റൂട്ട് കനാൽ. ഇതാണ് ഗട്ടാപ്പർച്ച. ഇതിനെ ഗുട്ടാപ്പർച്ച എന്നും നിറയെ പേര് പറയാറുണ്ട്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ശരിക്കും ഗട്ടാപ്പർച്ച എന്നാണ്, നോട്ട് ഗുട്ടാപ്പർച്ച. ഇറ്റ്സ് ആൻ ഒബ്ചുറേറ്റിംഗ് ടൂൾ, അല്ലെങ്കിൽ ഒബ്ചുറേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗട്ടാപ്പർച്ചയാണ്. Gatapercha points are non-soluble, non-irrigant points that are condensed into the pulp chamber during the obturation. Obturation ചെയ്യുന്ന സമയത്ത് ഇത് പൾപ്പ് ചേമ്പറിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് നമ്മളത് ഫ്യൂസ് ചെയ്യുന്നതാണ് ഗട്ടാപ്പർച്ചയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ടൈപ്പ് ഫോളോസ് സെയിം ISO ക്ലാസിഫിക്കേഷൻ ആസ് എൻഡോഡോണ്ടിക് ഫയൽസ്. നോൺ സ്റ്റാൻഡേർഡൈസിലാണ് ഹാവ് എ ഗ്രേറ്റർ ടേപ്പർ ദാൻ ദ സ്റ്റാൻഡേർഡൈസ്ഡ് ISO ടൈപ്പ്. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡൈസ്ഡ് ടൈപ്പ് 2 തരത്തിലുള്ള ഗട്ടാപ്പർച്ചേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടൈപ്പിലുള്ളതും അവൈലബിൾ ആണ്, നോൺ സ്റ്റാൻഡേർഡൈസിലും അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡൈസൽ ടൈപ്പിലുള്ളത് ഫോളോ സെയിം ISO ക്ലാസിഫിക്കേഷൻ, ഫയലിൻ്റെ അതേ ISO ക്ലാസിഫിക്കേഷനിൽ ഉള്ള രീതിയിലുള്ളതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടൈപ്പ്. നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ടൈപ്പ് എന്നുള്ളത് ടേപ്പർ, ഗ്രേറ്റർ ടേപ്പർ തന്നെ ഈ ISO ടൈപ്പിലുള്ളതിനേക്കാളും ടേപ്പർ വലുതായിരിക്കും നോൺ സ്റ്റാൻഡേർഡൈസിലുള്ളത്. അങ്ങനെ 2 തരത്തിലുള്ള നമുക്ക് അവൈലബിൾ ആണ് ഗട്ടാപ്പർച്ച പോയിന്റ്. നെക്സ്റ്റ് സ്ലൈഡ് ഈസ്, ഇപ്പോൾ ഒരു ഇതിൽ പിക്കിലൊക്കെ തന്നെ നമുക്കറിയാം ഒരു ക്യാരീസ് വന്ന് പൾപ്പ് ഇൻഫെക്റ്റഡ് ആയിട്ട്
ഉള്ളിൽ ഒരുപാട് നാൾ നീണ്ടു നിന്ന് ഒരെണ്ണത്തിൽ ഒരു സൈഡ് ചിലപ്പോൾ ഇൻഫ്ലെയിംഡ് ആകാം, അല്ലെങ്കിൽ ആബ്സസ് വന്നിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. കാര്യം പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഫില്ലിംഗ് നടക്കത്തില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ആ സമയം ഫയലിട്ട് ഉള്ളിലത്തുള്ള പൾപ്പിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഗട്ടാപ്പച്ച പോയിന്റ്സ് വെച്ച് ഫില്ല് ചെയ്യുന്നു, കനാൽ ഫില്ല് ചെയ്യുന്നു. നെക്സ്റ്റ് പോസ്റ്റ് ഇടേണ്ടതാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടാത്ത കേസ് ആണെങ്കിൽ ജസ്റ്റ് ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് സീൽ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഫിംഗർ സ്പ്രെഡർ. ഈ ഫിംഗർ സ്പ്രെഡർ അതേപോലെ പ്ലക്കേഴ്സ് ഇതൊക്കെ വരുന്നത് ഒബ്ചുറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഈ സ്പ്രെഡേഴ്സ്, പ്ലക്കേഴ്സ്, ലെന്റിലോ സ്പൈറൽസ് എന്ന് തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരുന്നത് ഒബ്ചുറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ്. ഫിംഗർ ഇൻസ്ട്രുമെന്റ് വിത്ത് എ സ്മൂത്ത് പോയിന്റഡ് ടേപ്പേർഡ് വർക്കിംഗ് എൻഡ് used to condense gutta percha laterally into the canal during obturation. ഒബ്ചുറേഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗട്ടാ പെർച്ചേനെ ഉള്ളിലേക്ക് തള്ളാനായിട്ട് കണ്ടൻസ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് കണ്ടൻസ് ചെയ്യാനായിട്ട്, കനാലിലേക്ക് പ്രോപ്പറായിട്ട് കണ്ടൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഫിംഗർ സ്പ്രെഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ്, അതിൻ്റെ പോയിന്റഡ് ആണ്, അതേപോലെ വർക്കിംഗ് ഉണ്ട്, ടേപ്പേർഡ് ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. Next one is endodontic plucker. Endodontic plucker working end is flat to facilitate plucking or condensing the gutta percha vertically after the excess has been removed by the melting of with a heated instrument. ഇതിൻ്റെയും സ്പ്രെഡറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ സ്പ്രെഡർ ലേറ്ററൽ ആയിട്ടാണ് കണ്ടൻസ് ചെയ്യുന്നതെങ്കിൽ പ്ലഗർ കറക്റ്റായിട്ട് വേർട്ടിക്കൽ മോഷനിലാണ് കണ്ടൻസ് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മെയിനായിട്ടൊരു വ്യത്യാസം നോക്കുവാണെങ്കിൽ സ്പ്രെഡർ ലേറ്ററലായിട്ട് കണ്ടൻസ് ചെയ്യുന്നെങ്കിൽ പ്ലക്കേഴ്സ് വേർട്ടിക്കലായിട്ടാണ് കണ്ടൻസ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേപോലെ കണ്ടൻസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സസ് വരുന്നത് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു ഹീറ്റഡ് ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെൽറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലക്കർ. മെയിനായിട്ട് കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലക്കർ. നെക്സ്റ്റ് വരുന്നതാണ് ലെൻഡുലോ സ്പൈറൽ ഡ്രില്ല്. ഇതും ഒരു ഒബ്ചുറേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആർ യൂസ്ഡ് ഫോർ റൂട്ട് കനാൽ ഫില്ലിംഗ്, ഓൾസോ കോൾഡ് ആസ് റോട്ടറി പേസ്റ്റ് ഫില്ലർ. ഇതിൻ്റെ വേറെ ഒരു പേരാണ്, റൂട്ട് കനാൽ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഇതിൻ്റെ വേറൊരു പേരാണ് റോട്ടറി പേസ്റ്റ് ഫില്ലർ. സ്മോൾ ഫ്ലെക്സിബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു പ്ലേസ് മെറ്റീരിയൽസ് ഇൻ ടു ദ കനാൽ. നമ്മൾ കനാൽ സീലൻസ് ഒക്കെ ഉപയോഗിച്ചാണല്ലോ നമ്മൾ കട്ടാപ്പച്ച ഇൻസേർട്ട് ചെയ്ത് സീൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കനാലിലേക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ട്. കറക്റ്റായിട്ട് മെറ്റീരിയൽസ് കനാലിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലെൻഡിലോ സ്പൈറൽ ഡ്രിൽ എന്ന് പറയുന്നത്. ഫിറ്റ്സ് ഇൻ ടു ദ കൺവെൻഷണൽ ഹാൻഡ് പീസ്. നമ്മുടെ കൺവെൻഷണൽ ഹാൻഡ് പീസിലേക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസ് വിത്ത് കോഷൻ ആസ് ഇറ്റ് ക്യാൻ ബി ഈസിലി ബ്രോക്കൺ. ഇത് സൂക്ഷിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, ഇത് ഒടിയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ബ്രോക്ക് ആകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ലെൻഡിലോ സ്പൈറൽ ഡ്രിൽ. സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്കാണ് അതിൻ്റേത്. ഇതും പല സൈസിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കനാലിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് എൻഡോഡോണ്ടിക് റൂളേഴ്സ്. എൻഡോഡോണ്ടിക് റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്കെയിൽ മോഡൽ എക്യുപ്മെൻ്റ് ആണ്. നമ്മുടെ വർക്കിംഗ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. എൻഡോഡോണ്ടിക് റൂളേഴ്സ് ആർ യൂസ്ഡ് ടു മെഷറിംഗ് ദ ലെങ്ത് ഓഫ് ദ ഫിംഗർ ഇൻസ്ട്രുമെന്റ്സ്. നമ്മുടെ വർക്കിംഗ് ലെങ്ത് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫയലിൻ്റെ വർക്കിംഗ് ലെങ്ത് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് സ്റ്റോപ്പർ കറക്റ്റ് വെച്ച് ഇത് വെച്ച് ഈ റൂളർ വെച്ചാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഒരു കനാലിലേക്ക് ഇടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റിന്റെ പേരാണ് എൻഡോഡോണ്ടിക് റൂളർ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ സ്പോഞ്ച് ഓർ എൻഡോഡോണ്ടിക് ബ്ലോക്ക്. An endodontic block is a sturdy block used to organize and hold the endodontic finger and rotary instruments during the procedures, reduce the possibility of
percutaneous injuries when handling endodontic finger and rotary instruments. ഇത് റോട്ടറി നമ്മുടെ ഇത് ഫയൽസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പോലത്തെ ഒരു സാധനമാണ് ട്രാൻസ്വേഴ്സ് സ്പോഞ്ച് അല്ലെങ്കിൽ എൻഡോഡോണിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. കാര്യം ഇതിന്റെ എൻഡ് ചിലത് ഫ്ലെക്സിബിൾ ആയിരിക്കും, ചിലത് നോൺ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പം നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അശ്രദ്ധയായിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം നമ്മുടെ കയ്യിൽ കൊള്ളാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന്റെ ടിപ്പൊക്കെ ഒടിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ എൻഡോഡോണിക് ബ്ലോക്കോ യൂസ് ചെയ്യുന്നത്. Next one is endo-locking tweezers. Endo-locking pillars or endo-locking tweezers, it has lock latch that permit materials to be held without continuous finger pressure. It has a groove at the tip. The grooved tip facilitates holding absorbent points and gutta percha points. ഇത് കൂടുതലൊന്നും അറിയാനില്ല. ഇതൊരു ലോക്കിംഗ് ആയിട്ടുള്ള എൻഡോ ട്വീസർ ആണ്. ഇത് ഗട്ടാ പെച്ച പോയിന്റ്സ് നമുക്ക് അല്ലെങ്കിൽ അബ്സോർബൻറ്റ് പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എൻഡോ ലോക്കിംഗ് ട്വീസേഴ്സ്. നെക്സ്റ്റ് സ്ലൈഡ്, ഇലക്ട്രോണിക് അപ്പെക്സ് ലൊക്കേറ്റർ. Electronic apex locator, an instrument used to determine the distance to the apical foramen. The screen allows the operator to visualize the file movement during instrumentation. And the last one is electronic pulp tester. Electric pulp tester, it is used to test the vitality of a tooth using electric stimulus. Electric stimulus is increased in small increments until the patient can feel the stimulus. Toothpaste or prophy paste is used to conduct the current from the pulp tester to the tooth loops. നമ്മൾ എപ്പോഴും പൾപ്പ് ടെസ്റ്റർ യൂസ് ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, വൈറ്റാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെന്ത് ചെയ്യും, പല്ലിൽ ആദ്യം ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യും, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പൾപ്പ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വൈറ്റാലിറ്റി വൈറ്റൽ ആണോ നോൺ വൈറ്റൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് പൾപ്പ് ടെസ്റ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിക് ലൂപ്സ്. Illumination and magnification are vital for the location of root canals. The endodontist would use a surgical microscope, while a general dental practitioner might have loops and a headlight that give excellent magnification and illumination. Operating microscopes ലൂപ്സിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു സർജറി ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു റൂട്ട് കനാൽ ചെയ്യട്ടെ, നമുക്ക് കറക്റ്റായിട്ട് ഒരു കറക്റ്റായിട്ട് അതിൻ്റെ വലുതാക്കി കാണാനും കനാൽസ് വലുതാക്കി കാണാനും അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ഫെസിലിറ്റി കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ലൂപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻഡോ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി we will conclude it that from a biological perspective, RCT is directed toward the elimination of microorganisms from the RC system and the prevention of reinfection. Technological advances in the form of rotary nickel titanium instruments have led to dramatic improvements in the ability to shape root canals with potentially fewer procedure complications.